ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് യേശു യോഹന്നാനെ പറ്റി ഇങ്ങനെ പറയുന്നത്? ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വർഗരാജ്യത്തിലെ ചെറിയവൻ എങ്ങനെ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാകും? അതിനൊരു കാരണമുണ്ട്. സ്നാപക യോഹന്നാനെ യേശുവിൻ്റെ ഈ ലോകത്തിനു മുഴുവനുമായുള്ള രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളതാണ്. കുരിശിൻ്റെ സന്ദേശം കാണുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കാതെ കടന്നു പോകേണ്ടി വന്ന സ്നാപകൻ, കുരിശിൻ്റെ വഴിയിലൂടെ യേശു ലോകത്തിന് കാണിച്ചു കൊടുത്ത ദൈവ സ്നേഹത്തിൻ്റെ രക്ഷാകരമായ സന്ദേശം മുഴുവനായി ദർശിക്കുവാൻ സാധിക്കാതെ വന്ന സ്നാപകൻ. തീർച്ചയായും യോഹന്നാൻ ദൈവത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി തീർത്തും ബോധവാനായിരുന്നു. ആ ദൈവത്തിൻ്റെ നീതി അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. വൃക്ഷത്തിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുവരെ ഉദ്ബോധിപ്പിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം മനുഷ്യാവതാരം വഴി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാപമോചനത്തിനായി സ്വയം രക്തം ചിന്തി എന്ന വസ്തുത സ്നാപകൻ മനസ്സിലാക്കുന്നതിനു മുൻപ് ഈ ലോകത്തിൽ നിന്നും നീക്കപ്പെടുന്ന സ്നാപകൻ്റെ ഈ ലോകത്തോടുള്ള സന്ദേശം മനുഷ്യർക്ക് സംഭവിക്കുവാനിടയുള്ള നാശത്തെ പറ്റിയാണ്. സ്നാപകൻ്റെ സന്ദേശം ഒരു ഗുഡ് ന്യൂസായി മാറുന്നില്ല. ദൈവസ്നേഹത്തിൻ്റെ നിതാന്ത ചൈതന്യമായി 2000 വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് യേശുവിൻ്റെ കുരിശാണ്. യേശുവിൻ്റെ കുരിശ് മരണത്തിന് മുൻപ് ജീവിച്ച് മരിച്ചവർ ഈ സത്യം മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിക്കാതെ കടന്നുപോയവരായിരുന്നു. അതുകൊണ്ടായിരിക്കാം യേശു പറയുന്നത്, താൻ സ്ഥാപിച്ച ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഈ സത്യം ഉൾക്കൊള്ളാതെ കടന്നുപോയ മറ്റെല്ലാ പൂർവികരെക്കാളും ഉന്നതനാണ് എന്ന്. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ് തൻ്റെ പിന്നാലെ വരുന്നവനെന്ന് പ്രസംഗിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ സ്നാപകനെ ആ പരിശുദ്ധാത്മാഭിഷേകം സാധാരണ ജനങ്ങളിലേക്ക് വരുന്നത് കാണുവാനുള്ള ഭാഗ്യമില്ലാതെ പോയി. എന്നാൽ ആ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിച്ച നാം ഓരോരുത്തർക്കും അവൻ്റെ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയ അംഗമാണെങ്കിൽ പോലും യേശു ഒരു വലിയ സ്ഥാനം തരുവാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, തൻ്റെ വിശുദ്ധ ബലിയിൽ, തൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുകയും തൻ്റെ തിരുശരീര രക്തങ്ങൾ വിശ്വാസത്തോടെ അനുഭവിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തർക്കും തൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻപ് ജീവിച്ചവരെക്കാൾ വലിയ സ്ഥാനം തൻ്റെ രാജ്യത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്. നമുക്കൊരു അർഹതയില്ലെങ്കിലും വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മുടെ താഴ്മയും വിശുദ്ധിയുമില്ലാത്ത ജീവിതം കൊണ്ട് അവൻ്റെ തിരുമുമ്പിൽ നിന്ന് തള്ളപ്പെടുവാൻ നമുക്കാർക്കും ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.